എറണാകുളം കിഴക്കമ്പലത്തെ മലയിടം തുരുത്തിൽ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട അഭിഭാഷക കമ്മീഷൻ ഇന്ന് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും. തിരിച്ചുപിടിക്കേണ്ട 2.5 ഏക്കറോളം ഭൂമിയിൽ പ്രാഥമിക നടപടികൾ ആരംഭിച്ചെന്ന് കോടതിയെ ബോധ്യപ്പെടുത്തും. ഭൂമി ഏറ്റെടുക്കുന്നതിനെതിരെ 8-ലധികം വരുന്ന പട്ടികജാതി കുടുംബങ്ങളുടെ എതിർപ്പ് തുടരുകയാണ്. ലാൽ കൃഷ്ണനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. ലാൽ, കഴിഞ്ഞ 15 തവണയായി ഇതിപ്പോൾ അഭിഭാഷക കമ്മീഷൻ എത്തുന്നു, അവിടുന്ന് ഒഴിപ്പിക്കൽ നടപടികളുടെ ഭാഗമായുള്ള നടപടികൾ സ്വീകരിക്കുന്നു, പക്ഷേ എവിടെയും എത്തിയില്ല. ഈ റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും സൂചിപ്പിക്കുക? സ്വാഭാവികമായിട്ടും ഇവിടെ താമസിക്കുന്ന ആളുകളുടെ പ്രത്യേക എതിർപ്പ് തന്നെയാണ് ഇതിനകത്ത് പ്രതികൂല ഘടകമായിട്ട് വരുന്നത്. കാരണം അവർക്ക് മറ്റിടങ്ങൾ പോകാനില്ല. മാത്രമല്ല, ഈ കേസിന്റെ തുടർ നീക്കങ്ങൾ ഹൈക്കോടതിയിലടക്കം ഈ കേസിന്റെ തുടർ നീക്കങ്ങൾ നടന്ന സമയത്ത് ആ കേസുമായി മുന്നോട്ട് പോകാനുള്ള സാമ്പത്തിക സ്ഥിതിയും ഈ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അവർ പ്രധാനമായിട്ടും പറയുന്നത്. എന്നാലും അഭിഭാഷക കമ്മീഷൻ 15ാം തവണ എത്തിയത് അകത്തേക്ക് കയറാൻ സാധിച്ചു എന്നുള്ളതും സ്ഥലങ്ങൾ സന്ദർശിക്കാൻ സാധിച്ചു എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങളാണ് പറയുക. അതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് എന്ന കാര്യം രേഖപ്പെടുത്തുന്നതിനോടൊപ്പം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഇടപെടൽ അതിനെ ഏറെ ഗുണം ചെയ്തു എന്ന് സൂചിപ്പിക്കും. പക്ഷെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പ്രതികൂലമായ നടപടികളാണ് ഉണ്ടാകുന്നത്. അത് കമ്മീഷനെ ബാധിക്കുന്നുണ്ട് എന്ന കാര്യം കൂടി അദ്ദേഹം സൂചിപ്പിക്കുമെന്ന കാര്യമാണ് അറിയുന്നത്. വിഷയം സംസ്ഥാന തലത്തിൽ തന്നെ ഏറ്റെടുക്കാനാണ് CPM-ന്റെ തീരുമാനം. കാരണം കഴിഞ്ഞ 10 കൊല്ലത്തിലധികമായിട്ട് CPM ഭരിക്കുന്ന സമയത്തൊന്നും ഈ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് പ്രശ്നമുണ്ടായിരുന്നില്ല. ഇപ്പോൾ പെട്ടെന്ന് അധികാര കൈമാറ്റത്തിന് പിന്നാലെ ഇവരെ ബാധിക്കുന്ന രീതിയിലേക്ക് പ്രശ്നം മാറി എന്ന കാര്യം ഇന്നലെ ഇവിടെ എത്തിയ CPM-ന്റെ മുൻ MLA-യും അതോടൊപ്പം തന്നെ ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകളും സൂചിപ്പിക്കുകയും ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇന്ന് രാജീവ് അടക്കമുള്ള നേതാക്കൾ എത്തി ഈ സമരത്തെ ഏറ്റെടുക്കാനുള്ള തീരുമാനത്തിലേക്കാണ് CPM-ഉം കടക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.